Hi, ma'am. Good afternoon. ഭക്ഷണം മാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നു. കുട്ടികളൊന്നും എത്തിയില്ലല്ലോ. എത്തിക്കോളും. ഇല്ല. ആയിരിക്കും. ഒരു Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി ജോയിൻ ചെയ്യട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യും. Okay.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലേ, വേറെ ആരും ജോയിൻ ചെയ്തില്ല. വീഡിയോ ഓൺ ആക്കി മ്യൂട്ട് മാറ്റിക്കോളൂ കേട്ടോ. ഓക്കെ, രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്യും. ഒരാൾ ഓഫ് ചെയ്തു. ഫാത്തിമ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? Suga, ma'am. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അല്ലേ? Ma'am. മാമിന്റെ വീട് എവിടെയാണ് നാട്ടില്? എന്താ? നാട്ടിലെവിടെയാണ് വീട്? പറയാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെയും പരിചയപ്പെടുത്തണം. Ma'am. ഓക്കെ, അപ്പൊ എന്തൊക്കെ പരിചയപ്പെടുത്തുമ്പോ എന്തൊക്കെ പറയണം? പേര്, എവിടെയാ ലിവ് ചെയ്യുന്നത്, ഓക്കെ, പിന്നെ എന്താ ഹോബി, വീട്ടിലാരൊക്കെയുണ്ട്, എന്താ ഹോബി, എന്താണ് അംബീഷൻ, എല്ലാം പറയണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാഹിന എന്നാണ്. ഞാൻ നാട്ടില് എറണാകുളം ജില്ലയാണ്. എന്റെ വീട്ടില് ഞാൻ, എന്റെ ഹസ്ബൻഡ്, എനിക്കൊരു മോളാണുള്ളത്. ഇനി നമ്മള് ഒരുമിച്ചായിരിക്കും മലയാളം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങളെ രണ്ടുപേരും ആരാ ആദ്യം പരിചയപ്പെടുത്തി തുടങ്ങണേ? ഞാൻ ചെയ്യാം. പറഞ്ഞു. എന്റെ പേര് ഫാത്തിമ ഫൈഹ. ഞാൻ നാട്ടിൽ നിന്ന് പാലക്കാട് നിന്നാണ് വരുന്നത്. എനിക്ക് 14 വയസ്സാണ്. പിന്നെ എന്റെ വീട്ടില് എനിക്ക് 2 അനിയത്തിയും, ഒരു അനിയത്തിയും ഒരു ഏട്ടത്തിയും, പിന്നെ എന്റെ ഉമ്മയും ഉപ്പയുമാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് UAE-യിലാണ്. പിന്നെ എനിക്ക് പെയിന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അംബീഷൻ പറഞ്ഞില്ല. കറന്റ് ആയിട്ട് ഇപ്പോ അങ്ങനെ ഒന്നുമില്ലേ? വലുതായിട്ടില്ല. വലുതായിട്ടല്ലല്ലോ തീരുമാനിക്കുന്നത്, നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കുകയല്ലേ ചെയ്യണേ. അതിപ്പോ ദിവസം ദിവസം പോകുന്തോറും ഓരോന്നിങ്ങനെ മാറൂലേ. അങ്ങനെ മാറുവോ? അങ്ങനെ മാറേണ്ടതാണോ അംബീഷൻ? എന്നാലും പറ, ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, എനിക്ക് വലുതാവുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആർക്കായാലും എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. അതാണ് ഇപ്പൊ നിലവിലുള്ളത്. ഓക്കെ, ശരി. ഇനി ആരാ? ഇപ്പൊ ജോയിൻ ചെയ്ത ആളോട് പറയാം, ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഓക്കെ, പറയ്. എന്റെ പേര് നിരഞ്ജന രാജ്. ഓക്കെ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. എവിടെയാ? ഞാൻ നാട്ടില് കൊല്ലമാണ്. എനിക്കൊരു ചെറിയ ബ്രദർ ഉണ്ട്, 1 വയസ്സ്.
പിന്നെ അച്ഛൻ്റെ പേര് രാജ്മോഹൻ, അമ്മയുടെ പേര് രഞ്ജു. ഓക്കെ. അത്ര. പിന്നെ 2 കാര്യം കൂടെ പറയണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ടാണ്. അംബേഷൻ. അംബിഷൻ പറയണം, പിന്നെ ഹോബീസ് എന്തൊക്കെയാന്ന് പറയണം. ഹോബീസ് എന്ന് പറഞ്ഞാൽ വയലിൻ വായിക്കാൻ ഇഷ്ടം. ഓക്കെ. ചെയ്യാറുണ്ടോ? ആ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എനിക്ക് ക്യാബിൻ ക്രൂ ആവാനാണ് ആഗ്രഹം. ക്യാബിൻ ക്രൂ. ഓക്കെ, കഴിഞ്ഞോ? ആ നിങ്ങൾ ഏത് ഗ്രേഡാന്ന് പറഞ്ഞില്ല കേട്ടോ. 7th. ഞാൻ 8th. ഓക്കെ. അടുത്തയാള്? 7th. ബാക്കി പറ. 7th ലാസ്റ്റ് പറഞ്ഞാലും മതി. എന്റെ പേര് നത്താനിയല്. അവിടെ അവിടെ പേര് കാണാം. എന്റെ പേര് നത്താനിയൽ. ഞാൻ എന്റെ നാട് കടമനിട്ട പത്തനംതിട്ടയാണ്. പിന്നെ എന്റെ ഹോബി ആണെങ്കിൽ ഫുട്ബോൾ കളിക്കാനാണ്. പിന്നെ ആംബിഷൻ സ്വാട്ട് ആവാനാണ് ഇഷ്ടം. പിന്നെ എനിക്കൊരു ഡോഗ് ഉണ്ട്. എന്റെ അപ്പനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ഡോഗ് ആസ് മൈ ബ്രദർ. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങൾ എവിടെയാണ് സ്ഥലം? നാട്ടിലല്ല, അതല്ല, നാട്ടിലല്ല ഇപ്പൊ നിലവിൽ. ഞാൻ UAE-ല്. ഓക്കെ, വെരി. ഓക്കെ. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചു എന്നുള്ളൂ. നമ്മൾ പരിചയപ്പെടണ്ടേ ആദ്യമേ എന്നെ പഠിക്കുന്നതിന് മുമ്പ്? ഓക്കെ. ഈ മലയാളം പഠിക്കാൻ ഇഷ്ടാണോ? ഹാർഡാണ്. കാരണം എനിക്ക് എഴുതാൻ അറിയത്തില്ല. എഴുതാൻ അറിയാം. റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. എഴുതാനും പറ്റത്തില്ല. അപ്പൊ സംസാരിക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ? സംസാരിക്കുന്ന കുഴപ്പമില്ല. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയാമോ? എന്തോ? നമ്മൾ ശ്രമിക്കാറില്ല, അതുകൊണ്ട്. ശരിയല്ലേ? ഓക്കെ. മലയാളം എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നറിയാമോ മലയാളത്തില്? അറിയില്ല? ഇല്ല. 2 പേർക്കും അറിയില്ല? 3 പേർക്കും അറിയില്ല? 50-യോ 40-യോ? 50-യോ 40-യോ? 26. ഓക്കെ, ശരി. അറിയില്ല. ആർക്കും കൃത്യമായിട്ട് അറിയില്ല. മലയാളത്തിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങൾ, പിന്നെന്താ? പിന്നെ ചില്ലാക്ഷരങ്ങളല്ല, ചില്ലക്ഷരങ്ങള്. ചിഹ്നക്ഷരങ്ങൾ, ചിഹ്നങ്ങളില്ലേ? ചിഹ്നങ്ങൾ എന്തിനാ ഉപയോഗിക്കണേ? ചിഹ്നങ്ങള് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ. സ്വരാക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങളുണ്ടോ? അതിനല്ല ചിഹ്നങ്ങൾ വരുന്നത് അല്ലേ? അതെ. ഓക്കെ. എന്നാ ഒരു കാര്യം ചെയ്യാം, സ്വരാക്ഷരങ്ങളൊന്ന് എഴുതാമോ പെട്ടെന്ന്? സ്വരാക്ഷരങ്ങളോ? സ്വരാക്ഷരങ്ങൾ. അതേതാ? എനിക്കറിയാം. ഞാൻ ബുക്ക് എടുത്തോട്ടെ വരട്ടെ. ഓക്കെ. എഴുതി? 2 പേരുടെയും കഴിഞ്ഞ?
കഴിഞ്ഞോ? ഇല്ല മാം. എന്നാ വേഗം. വ്യഞ്ജനാക്ഷരങ്ങൾ അറിയാമോ എഴുതാൻ? ആ മാം. എഴുതി മാം. സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞെങ്കിൽ എന്റെ താഴെ വ്യഞ്ജനാക്ഷരങ്ങളും കൂടെ എഴുതിക്കാം, അപ്പൊ ഒരുമിച്ച് വായിപ്പിക്കാം. ഏത് മാം? വ്യഞ്ജനാക്ഷരങ്ങൾ. അറിയാവുന്ന പോലെ എഴുതാൻ. അറിയെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് പഠിക്കാം. എനിക്കും അറിയില്ല. ഓക്കെ, അടുത്തയാള്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ചില അക്ഷരങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, മറ്റേ അ, ആ, ഇ ആണോ? ഈ ആണ് സ്വരാക്ഷരങ്ങള്. അത് ഫുൾ ഏതാണോ? അത് എഴുതിയില്ലേ ഫുള്ള്? സ്വരാക്ഷരങ്ങൾ എഴുതിയില്ലായിരുന്നോ? വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാനല്ലായിരുന്നു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത്? വ്യഞ്ജനാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ എഴുതിയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇപ്പം കിട്ടി 2. ഓക്കെ, പെട്ടെന്നാവട്ടെ കേട്ടോ. രണ്ട്. ഓക്കെ, ഫാത്തിമ, സ്വരാക്ഷരങ്ങൾ എഴുതിയതൊന്ന് വായിക്കാമോ? അ, ആ, ഇ, ഈ, ഉ, ഊ, എ, എ, ഐ, ഒ, ഔ, അ. രഞ്ജന അങ്ങനെ തന്നെയല്ലേ എഴുതിയേക്കണേ? ആ. ഒന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല സ്വരാക്ഷരങ്ങളില്. ആൻഡ് കഴിഞ്ഞോ? ദാനിയലിന്റെ കഴിഞ്ഞോ? ഇല്ല മാം. ഇങ്ങനെ തന്നെയാണോ അറിയാവുന്നത് ഇവര് പറഞ്ഞതുപോലെ? അതെ മാം.
വ്യഞ്ജനാക്ഷരങ്ങൾ എനിക്ക് പറയാൻ അറിയാം, കുറച്ച് എഴുതാൻ ചില അക്ഷരങ്ങൾ വിട്ടു. ഓക്കെ, എന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ക ഖ ഗ ഗ ങ ച ഛ ജ ജ ഞ ട ഠ ഡ ഡ ണ ത ഥ ദ ദ ന പ ഫ ബ ബ മ. അറിയില്ലേ? അത്രേ ഉള്ളോ? യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ. നിരഞ്ജനയോ? അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ആൻഡ് അവിടെ ഒരാൾ എഴുതി തീർന്നിട്ടില്ല ഇതുവരെ. മാം ഇച്ചിരി എഴുതിക്കോട്ടെ, അത് കുഴപ്പമുണ്ടോ? ഇച്ചിരിയോ? എനിക്ക് അറിയുന്നവരെ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് പഠിക്കാം. അറിയുള്ളൂ. മാം എന്റെ ആരോ വാതിൽ കൊട്ടുന്നു, ഞാൻ ഒന്ന് എടുത്തോട്ടെ. എടുത്തോട്ടെ മാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ എഴുതിയത്, ഫാത്തിമ എഴുതിയത് മൊത്തം എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിക്കേ. സോറി മാം. ഓക്കെ. ഓക്കെ മാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. 34. അപ്പൊ അതിനകത്ത് കുറെ അക്ഷരങ്ങൾ ഇല്ലാത്തതുണ്ട്. ഇവിടെ നോക്കിയത് കാണാമോ നിങ്ങൾക്ക്? അക്ഷരമാലയില് സ്വരാക്ഷരങ്ങൾ നോക്കിക്കേ. ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എഴുതിയത്? ദാനിയൽ നോക്കിക്കേ. അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ അം ആ. ഇങ്ങനെയാണ് നമ്മള് സ്വരാക്ഷരങ്ങൾ ആദ്യം മുതലേ പഠിച്ചുകൊണ്ടുവന്നത് അല്ലേ? അതെ. എന്നാൽ ഇതിനകത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് പുതിയ നില അക്ഷരമാല ഇങ്ങനെ പരിഷ്കരിച്ചു വന്നതിനകത്ത് ഇപ്പൊ നമുക്ക് ഔ വരെയുള്ളൂ. അമ്മും ആയും ഇല്ല. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞതല്ല, അക്ഷരമാലയില് സ്വരാക്ഷരങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് താഴെ കണ്ടോ. അമ്മും ആയും നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ അതുകൂടെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർക്കാനും പറയാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്വരാക്ഷരങ്ങളുടെ കൂടെ അക്ഷരങ്ങൾ ഇപ്പൊ ഉപയോഗിക്കണ്ട എന്നാണ് വന്നത്. എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നതിന് ഒഴിവാക്കിയിട്ടില്ല, അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിലവില് ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ വരേ ഉള്ളൂ. ഓക്കെ. സ്വരാക്ഷരങ്ങളില് അമ്മും ആയും വരെ കൂട്ടുമ്പോ മൊത്തം 15 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. എണ്ണി നോക്കിക്കേ, 15 എണ്ണം ഇല്ലേ നോക്കിയാ. ആയും അമ്മും കൂട്ടി, അമ്മും ആയും കൂട്ടിയിട്ട് ഉണ്ട്. ഇത് രണ്ടും ഇപ്പൊ ഇല്ല. അപ്പൊ സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 13. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ദാനിയൽ എന്നാ ആലോചിക്കണേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? മാം എനിക്ക് ഡൗട്ട് ഉണ്ട് മാം. എനിക്കാണെങ്കിൽ ലൈക്ക് പറയാൻ പറ്റത്തില്ല. മറ്റേ 1 2 3 ഉണ്ട് മലയാളത്തിന്റെ 1 2 3 1 2 1 2 എവിടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല മോൻ, എന്താ പറഞ്ഞത്? ഇത് വായിക്കാൻ അറിയില്ല? പറയാനും വായിക്കാനും അറിയില്ല. എന്നാ നമുക്ക് ഒരുമിച്ച് പറയാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ മിസ് കാണിക്കുന്നത്? സ്ക്രീനിൽ നോക്കിക്കേ. ഓക്കെ. ഒരുമിച്ച് ഒപ്പം പറഞ്ഞു, എല്ലാരും പറഞ്ഞു.
ഇ ഇ ഈ ഈ ഉ ഉ ഊ ഊ റ് ർ റ് ര ഓക്കെ എ എ ഏ എ ഐ ഐ ഓ ഓ ഓ ഓ ഔ ഔ ഔ അം അം ആ ആ ആ ഓക്കെ ആ ഡാനിയൽ ഇനി ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ നോക്കിയേ ആ ആ ഇ ഉം, ഈ ഉം, ഉ ഊ എർ എ ഐ ഓ അം ആ ഐ ഓ ഓ ഔ അം ആ ആ ഐ ഓ ഓ ഉം, ഔ ഉം. അം ആ ഓ ഓ ഔ അം ആ ഓക്കെ ഇനി ഇനി സ്വരാക്ഷരങ്ങൾ കാണുമ്പോ ഇത് ഇനി വായിക്കാൻ അറിയില്ല എന്ന് പറയൂ ഇല്ല മനസ്സിലായോ ആ ഓക്കെ മനസ്സിലായെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് നിർത്തരുത് ഇനിയും ഇടക്കിടക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിപ്പോ ഗ്രേഡ് 7-ലും 8-ലും ഒക്കെ ആയില്ലേ ആയില്ലേ ഹായ് മാം ആ അപ്പൊ നമുക്ക് ലെറ്റേഴ്സ് ആണോ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോഴും അല്ല അല്ല അപ്പൊ നമ്മള് ലെറ്റേഴ്സ് ഒരിക്കലും അറിയില്ല എന്ന് പറയരുത് ഓക്കെ ഓക്കെ മാം അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അക്ഷരമാല തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഓക്കെ മാം ഇനി താഴെ വ്യഞ്ജനാക്ഷരങ്ങൾ ഇതാണ് പലർക്കും നിങ്ങൾക്ക് 3 പേർ അല്ല ഒരാൾക്ക് ചില അക്ഷരങ്ങൾ മിസ്സായി പോയി എന്ന് പറഞ്ഞു ബാക്കി 2 പേർക്കും അറിയില്ല എന്ന് പറഞ്ഞു ഓക്കെ നോക്കിക്കേ ക ക ആ ഖ ഇഖ ഖ ഖ ഘ ഇഖ ങ ഘ ഇഖ ങ ഗ കിട്ടിയോ ഖ ഖ ഇഖ ഗ ആ ഗ ഇഖ ഇഖ ങ ങ ക ഓക്കെ ഇഖ ഗ ഇങ ങ ഗ ഇഖ ങ ഞ ന അല്ല ങ ങ ങ ആ ഓക്കെ ങന്നൊക്കെ പറയില്ലേ ങ ആ ഓക്കെ താഴെ നോക്കി ഛ ഇച്ഛ ഛ ഇച്ഛ ഞ ച ഇജ ജ ഇജ ഞ ഓക്കെ ഠ ഇഠ ഡ ഇഠ ണ ഡ ഇഡ ഡ ഇഡ ണ ത ഇഥ ത ഇദ ദ ഇദ ന ആ ഓക്കെ വെരി ഗുഡ് അറിയാലോ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ അടുത്തത് പ ഉം പ പ ആ ഫ പ പ ആ ഗ ഭ പ പ പ മ ഗ ങ അല്ല പ ഫ ബ ഭ മ പ കിട്ടിയില്ലേ ബ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേ മിസ്സിനൊപ്പം പറഞ്ഞേ പ പ ഫ പ ഫ ഫ് എന്നുള്ള ശബ്ദം ഫ ഫ ഫ ഫ ആ അതെ ഫ ഭ ബ ബ ഭ ഹ ന മ മ മ. നായിട്ട് മ. ഇതാണ് ന ഇത് മ ഓക്കെ ഇനി ഈ അക്ഷരങ്ങൾ യാ യ യ ര ജ ല ല വ വ ശ ഷ ഷ ഷ സ സ ഹ ഹ ള ല ഴ ര ഡ റ ര റ ര കിട്ടിയോ
ഫാത്തിമ എന്തൊക്കെയോ മിസ്സായി പോയതെന്ന് കണ്ടുപിടിച്ചോ ഇതിനകത്തുനിന്ന്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എഴുതിയെടുത്തേ. സ്വരാക്ഷരങ്ങളും എഴുതണം, വ്യഞ്ജനാക്ഷരങ്ങളും എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, പറഞ്ഞെഴുതണം. കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ഇനി അറിയില്ല എന്ന് പറയരുത്. ഓക്കെ ഓക്കെ മാം. മാം മാം പറഞ്ഞോ. ആ എഴുതണോ? എഴുതിക്കോ, എഴുതാതിരിക്കണ്ട. ഓ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായാ മതി. ഓക്കെ, അറിഞ്ഞിരുന്നാ മതി. ആരെങ്കിലും ചോദിക്കൂലോ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കും. അറിഞ്ഞിരുന്നാ മതി. എ എ എ എ ഐ ഓ ഓ ഔ ഓക്കെ മാം. അല്ല പറഞ്ഞാണോ എഴുതി? ഒന്നുകൂടെ ഒന്ന് വായിച്ചു കിട്ടണ്ടോ? കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ സൗണ്ട് ഓഫ് ചെയ്തിട് കേട്ടോ. ഓക്കെ മാം. വാട്സപ്പിൽ എവിടെയോ മെസ്സേജ് വന്ന ശബ്ദം. അതെങ്ങനെ ഓഫാക്കാം? അല്ലെങ്കിൽ ഫോൺ സൈലന്റിലാക്കി വെച്ചാൽ മതി. ഫോണിൽ നല്ല ശബ്ദം കേട്ടത്. മാം ലാപ്ടോപ്പിലാണോ? അതിന്റെ സൈഡിൽ പോയി നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനുള്ള ഉണ്ടല്ലോ. കഴിഞ്ഞു. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ, ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 36. 36 ഉണ്ട്. അപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 13. ഓക്കെ, നേരത്തെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂടി ആകെ അക്ഷരങ്ങളുടെ എണ്ണം 51 ആയിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ അമ്മും ആയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ നമ്മുടെ മലയാളം അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 49. കിട്ടിയോ? ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഇനി നിങ്ങൾ അറിയില്ല എന്ന് പറയരുത്. നന്നായിട്ട് പ്രാക്ടീസ് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്കിത് അറിയാതെ വരുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ദാനിയൽ പറഞ്ഞു ദാലിനി എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞു. ബാക്കി രണ്ടുപേർക്കും ഫാത്തിമയ്ക്കും നിരഞ്ജനയ്ക്കും എങ്ങനെയാണ് എഴുതാൻ അറിയാമോ? തനിയെ എന്തെങ്കിലും പറഞ്ഞാൽ എഴുതുവോ? അറിയാം. അത് ബുദ്ധിമുട്ടാണ്? അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാതിരിക്കുന്നത് കൊണ്ടാണ് ചില സമയത്ത് നമുക്ക് അങ്ങനെ എഴുതാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ സ്വരാക്ഷരങ്ങളും മലയാളം പഠിച്ചിരുന്നു. ഓക്കെ, സ്വരാക്ഷരങ്ങളും
വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ മാം. ഇനി വേറെ എന്തൊക്കെ അക്ഷരങ്ങളുണ്ട് ഇതില്? ചില്ലക്ഷരം. ചില്ല്. ചില്ലക്ഷരങ്ങൾ. ഇത് ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് വായിക്കാമോ ന്, ഫാത്തിമ? ഉം. ന, ന്നാണോ? നായല. നായല. ബലൂൺ ന്. ബലൂൺ. ബലൂൺ എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത്. ആ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലും മതി. ഓക്കെ. ർ, ൽ, ഓക്കെ ഓക്കെ. എല്ലാവർക്കും അറിയാലോ അല്ലേ? എനിക്കറിയത്തില്ല. ആ എന്നാ വായിക്ക്. എൻ. എൻ. ഫാത്തിമ പറഞ്ഞില്ലേ ബലൂൺ എന്ന് പറയുന്നതിന്റെ എൻ. എൻ. അടുത്തത് ഇന്നാണ്. ഇന്ന് നമ്മൾ എന്നാ പറയണ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുമോ നോക്കി? മാൻ. മാൻ. മാൻ കേട്ടിട്ടില്ലേ? ഇൻ. ഓക്കെ. ഇറ. ഇർ. കയർ. കയർ. പിന്നെ കാർ ഇല്ലേ? കാർ. കാർ. ഓക്കെ. അടുത്തത് ഇല്ല്. ഇല്ല. മിന്നൽ. ഓക്കെ, വെരി ഗുഡ്. മിന്നൽ. ഓക്കെ. മണൽ. ഇള്ള്. ഇള്ള് വെച്ച് പറഞ്ഞ പറഞ്ഞു. ഇല്ല. മകൾ. ഇള്ള്. മകൾ. ഓക്കെ. മകൻ ഇന്നിൽ വരും. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇത് ചില്ലക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാം. ഓക്കെ. ഇനി ഇതെന്താ? ചിഹ്നങ്ങൾ. ചിഹ്നങ്ങൾ. ചിഹ്നങ്ങളാണ് നമ്മൾ എഴുതുമ്പോഴും ഉപയോഗിക്കുന്നതും കൂടുതൽ തെറ്റിപ്പോകുന്നതും അല്ലേ? ഇതെങ്ങനെ വായിക്കാൻ അറിയാമോ നോക്കി? അറിയാം. ഈ ചിഹ്നങ്ങളും നമ്മുടെ സ്വരാക്ഷരങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയാ? സ്വരാക്ഷരങ്ങളാണ് ചിഹ്നങ്ങളായി. ശരി. ഓക്കെ, വായിച്ചേ. ദാനിയലിന് വായിക്കാൻ അറിയാമോ നോക്കട്ടെ, ഒന്ന് വായിച്ചേ. രണ്ടക്ഷര കാ, 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 കാ. നമ്മള് സ്വരാക്ഷരങ്ങളിൽ പറഞ്ഞില്ലേ അതുപോലെ കാ, കാ. സ്വരാക്ഷരങ്ങളില് നീ സ്വരാക്ഷരങ്ങളിൽ അടുത്ത അക്ഷരം ഏതായിരുന്നു? കഴിഞ്ഞിട്ട് ഇ. ഓക്കെ. അപ്പൊ കാടെ കൂടെ ഈ വരുമ്പോ എന്ത് വരും? കീ. ഓക്കെ, വെരി ഗുഡ്. അടുത്തതാ ഈ വരുമ്പോഴാ? ഓക്കെ 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 ഓക്കെ. അറിയാം, എനിക്ക് മനസ്സിലായി. നിരഞ്ജന ബാക്കിയൊന്ന് വായിച്ചേ. കൃ. എന്നുള്ളത് കാടെ കൂടെ വരുമ്പോ കൃ എന്നാവും. ഓക്കെ. അടുത്ത കാടെ കൂടെ തന്നെയല്ല, ഏത് അക്ഷരങ്ങളുടെ കൂടെയാണ് വരുന്നത് അതിനൊപ്പം അതിന് വ്യത്യാസം വരും. ഓക്കെ. കഴിഞ്ഞിട്ട് എന്നൊരു ചിഹ്നമില്ലേ നമുക്ക്? ഓക്കെ. കൈ. ഓക്കെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരുവിധം അക്ഷരങ്ങളെ കുറിച്ചൊരു ധാരണയായി. ഇനി ഇത് ഒരിക്കലും മറക്കരുത്. ഇനി ചോദിക്കുമ്പോ എനിക്ക് അറിയില്ല എന്ന് പറയരുത്. ഓക്കെ. ഇതെന്താ? ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? രാത്രി. ഒരു കുട്ടി ഇങ്ങനെ മൂണിനെ നോക്കിയിരിക്കും. ഭൂമിയാ? ആകാശം. ആകാശത്ത് ആരൊക്കെയുണ്ട്? കളിപ്പാട്ടം. കളിപ്പാട്ടം വിട്. പുറത്തേക്ക് നോക്കിയിരിക്കണേ എങ്ങോട്ടേക്കാ? ആകാശത്തേക്കല്ലേ നോക്കിയിരിക്കണം? ആകാശം. ഓക്കെ, ആകാശത്തേക്കാ നോക്കിയിരിക്കുന്നത്. ചന്ദ്രനെ നോക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോ സ്റ്റാർസിനെ ആയിരിക്കും നോക്കും. നമുക്ക് അറിയില്ല എന്താ നോക്കണേ. ഞാൻ ഇത് കാണിച്ച എന്തിനാന്ന് പറയട്ടെ. നമ്മളും ഇതുപോലെ പുറത്ത് ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴോ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കാറില്ലേ?
ഇല്ല, ഉണ്ട്. ഇതുവരെ നിന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു തവണ നിന്നിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കാത്തവരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉണ്ട്. അല്ല, എന്താ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശം നോക്കുമ്പോ ചിലപ്പോ സ്റ്റാർസിനെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോ അതിനെ അറിയാതെ നോക്കി നിന്ന് പോവാറുണ്ട്, ഇല്ലേ? ഉണ്ട്. അതൊക്കെ അതാണ് പറഞ്ഞത്, നോക്കി നിന്ന് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന കുറച്ച് ചിന്തകൾ ഉണ്ടായിരിക്കും, ഇല്ലേ? അതാണെങ്കിൽ ചിന്തകൾ എന്റെ ചിന്തയില് അത്ര സ്മോൾ ആണോ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, അത് മാത്രമേ വിചാരിക്കുള്ളൂ, വേറെ ഒന്നും വിചാരിക്കില്ലേ? ഇല്ല, വേറെ എന്തേലും പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയിട്ട് മേളിലേക്ക് നോക്കി നിന്നിട്ട് സ്റ്റാർസിനെ കാണുമ്പോ ഈ സ്റ്റാർസ് ഇത്ര ചെറുതാണോ എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ, വേറെ ഒന്നും മനസ്സിലേക്ക് വരില്ലേ? എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഫാത്തിമയ്ക്കോ? വരും. എന്തൊക്കെ വരും? വേറെ എന്തേലും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ ആലോചിച്ചിട്ട് നോക്കിയിരിക്കും? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയൊക്കെ ചോദിച്ചാ എന്തേലൊക്കെ ഉണ്ടെങ്കി ഇപ്പൊ നമ്മള് ഇപ്പൊ വലുതാ, ഇപ്പൊ ഒരു 7th-ലും ഇപ്പൊ നിങ്ങൾ 8th-ലും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ്, ശരി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോ ചിലപ്പോ നിങ്ങള് നിങ്ങളുടെ ആ പ്രായത്തിന്റെ രീതിയിലായിരിക്കും ആലോചിക്കുക. ഒരു കുഞ്ഞു കുട്ടിയാണ് പുറത്തേക്ക് ഇറങ്ങി മേളിലേക്ക് ആകാശത്തേക്ക് നോക്കിക്കണമെങ്കിൽ അതിന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? സ്റ്റാർസ്. അതെങ്ങനെയാണ് ഷൈനി ആവുന്നത്? പിന്നെ രാത്രി ഇങ്ങനെയാണ്. ഞാൻ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേന്ന് അറിയാമോ? നിങ്ങൾ ചിന്തിക്കണ്ടോന്ന് അറിയാനാ. നിങ്ങൾ ചിന്തിച്ച് സ്റ്റാർസ് വൈറ്റ് ആണോ? രാത്രി അതിന്റെ ഷേപ്പ് ആണോ? അതിന്റെ ഷേപ്പ് അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇതിന് പറഞ്ഞോ. അതിന്റെ ഷേപ്പ് സ്റ്റാർ ആണോ? അങ്ങനെയൊക്കെ ചിന്തിക്കും. നിരഞ്ജന ഒന്നും ചിന്തിക്കില്ലേ? എന്ത് ചിന്തിക്കും? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. ഇതുവരെ പുറത്തിറങ്ങി സ്റ്റാർസിനെ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല? കണ്ടിട്ടുണ്ട്. അപ്പൊ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് എന്തോലെ അകത്തേക്ക് കയറി പോവും, അങ്ങനെയാണ് ചെയ്യാ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ചുമ്മാ തൊടാൻ പുറത്തിറങ്ങും പറ്റിയാലോ ചിന്തിച്ചിട്ടുണ്ട്. അതന്നെയാ ചോദിച്ചത്. ഓക്കെ ശരി. അപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഇതെന്തിനാ പറഞ്ഞെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടം എന്താ? കഥയാണോ പാട്ടാണോ എന്താ ഏറ്റവും ഇഷ്ടം? കഥ. എല്ലാരും കഥയുടെ ആൾക്കാർ. കഥയാണ് ഇഷ്ടം. വായിക്കാറുണ്ടോ? വായിക്കാറില്ല, കേൾക്കാറാണ് ഇഷ്ടം. അത് തന്നെ. അതത്ര നല്ലതല്ല കേട്ടാ, നമ്മൾ വായിക്കുകയും കൂടി ചെയ്യണം. വായിക്കാൻ ഇഷ്ടം. ദാനിയലിന് ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ വായിക്കാൻ അറിയാൻ പാടില്ലാത്തതെന്ന്? എന്തുകൊണ്ടാ? ശ്രമിക്കാറില്ല. ശരി. അപ്പൊ എല്ലാവർക്കും കഥയാണ് ഇഷ്ടം കേൾക്കാനായിട്ട്. എന്നാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങോട്ട് ഇപ്പൊ പറയാം. ഓരോരുത്തരും വെച്ച് പറഞ്ഞാൽ മതി. ആദ്യം ആരാ പറഞ്ഞു? പാട്ടായാലും മതി, മലയാളത്തിൽ വേണം കേട്ടോ. ഉമ്മാച്ചു എന്നുള്ള കഥ കേട്ടിട്ടുണ്ടോ? പാട്ട് ഒരു പാട്ട് മാത്രമേ അറിയത്തുള്ളൂ. ഉമ്മാച്ചു ആരെഴുതിയതാ? വൈക്കം മുഹമ്മദ് ബഷീർ ആണോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അല്ല, ഉറൂബ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരന്റെയാണ്. കൃഷ്ണൻ. അത് തന്നെ, വെരി ഗുഡ്. എങ്ങനെയാ വായിച്ചേക്കണേ ഉമ്മാച്ചു? നിങ്ങൾക്ക് പഠിക്കാൻ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന കഥയുടെ കാര്യമാണോ പറയുന്നത്? ഓക്കെ, നിങ്ങൾ വലിയ കഥകളിലേക്കൊന്നും പോകണ്ട. ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് കേട്ടതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചിന്തിക്കും. നിങ്ങൾക്ക് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്താണ്, നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിച്ചതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു കഥയോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂവി മതിയോ? മൂവി പോരാ. ഓക്കെ, ഉണ്ടാവും. ചുമ്മാ ഒന്ന് ആലോചിച്ചു നോക്കൂ, കിട്ടും. നിങ്ങളൊക്കെ വീട്ടിൽ എന്ത് ലാംഗ്വേജാ സംസാരിക്കാറ്?
മലയാളം. ഇഡലി മലയാളം. മലയാളം. അല്ല. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ശക്തിമാൻ ഓക്കെയാണ്. ഓക്കെ, ശക്തിമാൻ. എങ്കിൽ ശക്തിമാൻ പറഞ്ഞു. ശക്തിമാൻ ബാക്കിയുള്ളവർ രണ്ടുപേരും ആലോചിക്കട്ടോ എന്താ പറയാനുള്ളത്. ദാനിയലിന്റെ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും പറയും ഒരു കഥ, ചെറിയൊരു കഥ. പറയാനോ? ആ, അല്ല ശക്തിമാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അല്ല എനിക്കൊരു കഥ കിട്ടി. എന്നാ പറഞ്ഞു. പണ്ട് പണ്ട് ഒരു കാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു സിംഹരാജാവ്. ഇതുപോലത്തെ കഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പണ്ട് കേട്ടിട്ടുള്ളതും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു കഥ, അത്രേ ഉള്ളൂ. അപ്പോ രാജാവിന് കുറെ പ്രജകൾ ഉണ്ടായിരുന്നു, കുറെ വേറെ അനിമൽസ്. അപ്പോ ഈ രാജാവിന് എപ്പോഴും ഓരോ ആൾക്കാരെ തിന്നണം. രാജാവിനാ? ഓക്കെ ഓക്കെ, കഥയാണ്. അപ്പോ ഈ കാട്ടത്തെ ഇങ്ങനെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ കാട്ടത്തെ ആൾക്കാരുടെ എണ്ണം കുറയാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണം. പ്രജകൾ എന്നുള്ളത് മൃഗങ്ങളാണോ അതോ മനുഷ്യരാണോ? മൃഗങ്ങളാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക. പറയുമ്പോ കൂടുതലുള്ളവർക്ക് മനസ്സിലാവണ്ടേ. പറയാൻ പറ്റത്തില്ല ആനിമൽസിന്റെ മലയാളം. ആനിമൽസിന്റെ സ്റ്റോറിയാണ് ഫാത്തിമ പറഞ്ഞോണ്ടിരിക്കണേ. രാജാവ് സിംഹമാണ്, പ്രജകള് മറ്റുള്ള ആനിമൽസ് ആണ്. പറഞ്ഞോളൂ. അപ്പോ ഇവരെല്ലാരും ഒരു മീറ്റിംഗ് ഉണ്ടാക്കി. എന്നിട്ട് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, എല്ലാ ദിവസവും എനിക്ക് ഓരോ ആൾക്കാരെ വീതം വരണം എന്റെ ഗുഹയ്ക്ക്. മീൻസ് കേവ്. അപ്പോ ഇങ്ങനെ ഓരോ ഫാമിലിന്ന് ലൈക്ക് റാബിറ്റ്സ്, ഇങ്ങനെ ഓരോരോ ആനിമൽസ്. അപ്പോ അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പോകും ആ ഗുഹയ്ക്ക്. എന്നിട്ട് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിയും. എന്നിട്ട് ഒരു റാബിറ്റ് ഉണ്ടായിരുന്നു. ആ റാബിറ്റിന്റെ ദിവസമാണ് നാളെ, മീൻസ് അടുത്ത ദിവസം. അതിനാണ് ഗുഹയ്ക്ക് പോകേണ്ടത്. അപ്പോ അതെന്തെന്ന് വെച്ചാൽ അതിന് നല്ല പേടിയുണ്ട്. അത് കുറെ ആലോചിക്കും, ഇനി എന്താ ചെയ്യാന്ന്. അപ്പോ ഇങ്ങനെ ആലോചിച്ച് പേടിച്ചിട്ട് വഴി കൂടെ നടക്കുമ്പോ സമയമൊക്കെ വഴുകും. ലാസ്റ്റ് ഗുഹയ്ക്ക് എത്തുട്ടോ. എന്നിട്ട് രാജാവ് പറഞ്ഞു, എന്താണ് നീ ഇത്ര വഴുകിയത് എന്ന് ചോദിച്ചു. അപ്പോ റാബിറ്റ് പറഞ്ഞു, മീൻസ് മൊയല് പറഞ്ഞു, എനിക്ക് പേടിച്ചിട്ടാണ്. പിന്നെ ഞാന് വരുന്ന വഴിയിൽ ഒരു കിണറില് ഒരു രാജാവിനെ കണ്ടു, വേറൊരു സിംഹരാജാവിനെ കണ്ടു എന്ന് പറയും. അപ്പോൾ രാജാവിനാണെങ്കിൽ അസൂയ വരും. എന്നിട്ട് ഞാനല്ലാതെ ഈ കാട്ടില് വേറൊരു രാജാവ് അല്ലേ? അങ്ങനെ വരും. ദാനിയൽ എന്തെടുക്കും അവിടെ? നോക്കണില്ല, ശ്രദ്ധിക്കണ്ട. കേട്ടോണ്ടിരിക്കണോ? എന്നാ ലാസ്റ്റ് എന്നാ ഫാത്തിമ ഇപ്പൊ എന്താ പറഞ്ഞേ? ലാസ്റ്റ് പറഞ്ഞു ഒരു ഗുഹയ്ക്കകത്താണെങ്കിൽ ഒരു രാജാവ് ഉണ്ടെന്ന്. അത് അവിടം വരെ അല്ല കഥ, ഞങ്ങൾ മുമ്പോട്ട് പോയി. ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. ഇവിടെ പറഞ്ഞു അവിടെ വരെ അല്ല, അതൊക്കെ കഴിഞ്ഞു പോയി. ഇവിടെ പറഞ്ഞു തീർത്തിട്ട് ആ കഥ തന്നെ ഞാൻ ഇനി പറയിപ്പിക്കാൻ പോവാ. ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് അപ്പോ മൊയല് പറഞ്ഞു, രാജാവിനെ ഞാൻ അങ്ങോട്ട് കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് മൊയല്